ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാം മത്സരം ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ തകർപ്പൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യ രണ്ടാം മത്സരത്തിലും കളത്തിലിറങ്ങുക. എന്നാൽ മറുഭാഗത്ത് രണ്ടാം മത്സരം വിജയിച്ചുകൊണ്ട് പരമ്പരയിൽ ഇന്ത്യക്ക് ഒപ്പം പിടിക്കാനായിരിക്കും ഇംഗ്ലണ്ട് ലക്ഷ്യം വെക്കുക. ഈ മത്സരത്തിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ കാത്തിരിക്കുന്നത് ഒരു തകർപ്പൻ നേട്ടമാണ്. അന്താരാഷ്ട്ര ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പറും ഇതിഹാസ നായകനുമായ MS ധോണിയെ മറികടക്കാനാണ് സഞ്ജുവിന് അവസരമുള്ളത്. നിലവിൽ ഇതുവരെ 38 ട്വന്റി മത്സരങ്ങളിൽ നിന്നും 47 സിക്സുകളാണ് സഞ്ജു അടിച്ചെടുത്തിട്ടുള്ളത്. 98 ട്വന്റി മത്സരങ്ങളിൽ നിന്നും 52 സിക്സറുകളാണ് ധോണിയും നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 സിക്സുകൾ കൂടി നേടാൻ സാധിച്ചാൽ ധോണിയെ മറികടന്ന് മുന്നേറാൻ സഞ്ജുവിന് സാധിക്കും. ഇന്റർനാഷണൽ ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ്. കുട്ടി ക്രിക്കറ്റിൽ 159 മത്സരങ്ങളിൽ നിന്നും 205 സിക്സറുകളാണ് രോഹിത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ട്വന്റിയിൽ 200 സിക്സറുകൾ നേടിയ ഏകതാരവും രോഹിത് തന്നെയാണ്. ഈ നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മുൻ കിവീസ് ബാറ്റർ മാർട്ടിൻ ഗപ്റ്റിലാണ്. 122 മത്സരങ്ങളിൽ നിന്നും 173 സിക്സറുകളാണ് ഗുപ്റ്റിൽ നേടിയത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ സഞ്ജു 26 റൺസാണ് നേടിയത്. മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ 4 ഫോറുകളും 1 സിക്സും നേടിക്കൊണ്ടാണ് സഞ്ജു കളം നിറഞ്ഞു കളിച്ചത്. ഇതോടെ ട്വന്റിയിൽ രണ്ടാം ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായും സഞ്ജു മാറി. രോഹിത് ശർമ്മ, ശിഖർ ധവാൻ എന്നിവരാണ് ഈ നേട്ടം ഇതിനു മുമ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇരുവരും 16 റൺസാണ് രണ്ടാം ഓവറിൽ അടിച്ചെടുത്തിട്ടുള്ളത്. 2018 ബംഗ്ലാദേശിനെതിരെയാണ് രോഹിത് ഈ നേട്ടം സ്വന്തമാക്കിയത്. 2019 നടന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ധവാനും ഈ നേട്ടം ആവർത്തിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.